എല്ലാവർക്കും നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? കുറെ കാലായില്ലേ കണ്ടിട്ട്. ഇന്നത്തെ പാചക കലാകാര്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പാചക കലാകാര്യത്തിൽ എന്താണ് ഏതാണെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പാറു പറയും. പാറു, എന്തൊക്കെയാണ് പറയൂ. ഇനി നമ്മൾ അമ്മിണിക്കൊഴുക്കട്ടയാണ്. അമ്മിണിക്കൊഴുക്കട്ട അത് അരിപ്പൊടി കൊണ്ടല്ല, ഗോതമ്പ് പൊടി കൊണ്ടാണ്. ഞാൻ അപ്പൊ ഒരു 3 വർഷത്തിന് മുന്നേ തോന്നുന്നു ഞാനിതൊരു വീഡിയോ അങ്ങനെ സംഭവമായിട്ടല്ല, അതിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, വിശദമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ 3 വർഷത്തിന് മുന്നേ നമ്മൾ ഇട്ടിരിക്കുന്ന അമ്മിണിക്കൊഴുക്കട്ട കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ഒരു അമ്മിണിക്കൊഴുക്കട്ട. അത് ഞങ്ങളുടെ പഴയ അയൽവാസി ബാലേട്ടന്റെ മോള് യശ്വന്തി, യച്ചയാണ് കഴിഞ്ഞ ദിവസം, യച്ചാന്ന് വിളിക്കാം. അപ്പൊ അവള് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറഞ്ഞു, ആന്റി ആ വീഡിയോ ഒന്നും കൂടെ ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്ത് അത് വിശദമായിട്ട് കാണിച്ചല്ല, അന്ന് വേറെ എന്തോ റെസിപ്പി കാണിച്ചപ്പോ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങോട്ട് ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇതിവിടെ മിഥുനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട യച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മിണിക്കൊഴുക്കട്ട നിങ്ങൾക്ക് ഇഷ്ടാവും. ഇത് മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇപ്പൊ തന്നെ നിങ്ങളും ഉണ്ടാക്കിക്കോളൂ. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് അതൊന്ന് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ, ആൾ ബട്ടണൊക്കെ അങ്ങോട്ട് അമർത്തി ഒരു നമ്മള് ഗോതമ്പ് പൊടിയില് ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി തന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴക്കാ. അതെന്താ വെളിച്ചെണ്ണ വരണോ? ഞാൻ അങ്ങനെയാണ് ചെയ്യാ. എനിക്കുണ്ടല്ലോ ഈ ചപ്പാത്തി എന്ന് പറയുന്ന സാധനം ഒരുപാട് ഇഷ്ടമാണ്. അത് 4 നേരം എനിക്ക് ചപ്പാത്തി തന്നാലും എനിക്കിഷ്ടമാണ്. പക്ഷെ ഈ വീട്ടിലെ 3 മഹാന്മാരില്ലേ, അച്ഛനും 2 മക്കളും തീരെ ഇഷ്ടമല്ല. അവക്കൊട്ടും ഇഷ്ടമല്ല ചപ്പാത്തി. അത് ചപ്പാത്തി എങ്ങനെ നമ്മൾ ഉണ്ടാക്കണ ദിവസമാണെങ്കിൽ ഒരു ചപ്പാത്തി അത് ഞാൻ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുക. ഒരു രക്ഷയില്ല. അച്ഛനും അതെ, വല്ലപ്പോഴും ഒരു 2 ചപ്പാത്തിയൊക്കെ കഴിക്കാന്നല്ലാണ്ട് ഇവർക്ക് 3 പേർക്കും അത് പറ്റൂല. പറഞ്ഞ സൗന്ദര്യമൊക്കെ കൂടി ഉണ്ടല്ലോ, നല്ല രഹസ്യം. വയസ്സായില്ല, അതുകൊണ്ട് ഇതെങ്ങനെയായ ക്യാമറ പിടിച്ചേക്കണോണ്ട് ഒരു 5-6 ഇട്ടിട്ട് വേഗാവൂലേ. ഇതാണ് അമ്മിണിക്കൊഴുക്കട്ട. അമ്മിണി ഇതെങ്ങനെ നടക്കുവോ? അതെ, സഹായിക്കാന്ന് പറഞ്ഞ ആൾക്കാർ തെക്കുമ്പോഴൊക്കെ നടക്കുമ്പോ നടക്കില്ല. തിരക്കാണ് ഞങ്ങൾക്ക്. എന്ത് വെറുതെ നടക്കണ തിരക്ക്? ഭയങ്കര തിരക്കാ. കണ്ടില്ലേ, എന്റെ മോനൊക്കെ തിരക്കാണ്. ഇത് ഏറ്റവും ചെറുതാക്കി ഇട്ടാൽ തന്നെ അതിന് ഭംഗിയും സ്വാദും ഒക്കെ ഉണ്ടാവുള്ളൂ. എങ്ങനെയെങ്കിലും ഉരുക്കികൾ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്താണ് പരിപാടി? എന്നോടാണ് പരിപാടി. കാലത്ത് തന്നെ വാട്ട് ആർ യു ഡൂയിങ് നൗ? മുട്ട കഴിക്കാം. കാടമുട്ട പുഴുങ്ങിയത്. എന്റെ കണ്ണിട്ട് ഒരു 5-6 ഉരുട്ടിയിടും. ഈട്ടാന്ന് പറഞ്ഞു ഇത്ര ആയിട്ടൊന്നില്ലേ? എന്റെ അച്ഛനെ കൊണ്ട് പണി ഇടിപ്പിക്കുക. അതെ, അവിടെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാണ്ട് ഏതായാലും അമ്മിണിക്കൊഴുക്കട്ട ഉണ്ടാക്ക. അന്ന് ഭാര്യയെ നിന്ന് സഹായിക്കൂ. അവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടി കൈയുടെ ഓരം മേലെടുത്തിട്ട് പാടില്ല. ഇതെന്തോരാന്ന് വെച്ചത് വേണ്ടില്ലേ? ചെറുതനട്ടെ എന്റെ വലിപ്പത്തില്. വെരി സിമ്പിൾ, ഈസി ടു കുക്ക്, ഈസി ടു ഈറ്റ്. ഞങ്ങൾ ഈ അമ്മിണിക്കൊഴുക്കട്ടയും കിഴങ്ങ് കൂട്ടാനും ഇവിടെ കപ്പ പുഴുങ്ങിയതും അമ്മിണിക്കൊഴുക്കട്ടും കൂടിയാണ് ഇന്നത്തെ. അമ്മ മഞ്ഞ കളർ കൂട്ടാൻ വെച്ചാ കപ്പ. കപ്പ തേങ്ങ ഒന്നും അരക്കണ്ട. ഇനി അത് ഇനി കപ്പയും കൊണ്ട് രസം ഉണ്ടാക്കും. ഇനി അതല്ല, എല്ലാത്തിനും രസം ഇടയ്ക്കൊന്ന് മാറ്റി പറ. പുഴുക്ക് പോലെ തേങ്ങ അരക്കണ്ട, ഒരു കിണ്ടി അരക്കണ്ട. കപ്പക്കറി കപ്പ കൂട്ടാൻ. ക്ഷീണിച്ചു ഗൈസ്. കഴിഞ്ഞു. ഇതിൽ വലുതാക്കി ഉരുട്ടിട്ടതൊക്കെ കണ്ടേക്കണം, ചെറുതാക്കി ഉരുട്ടിട്ടതൊക്കെ ഞാൻ. അപ്പൊ ഇത് നമുക്ക് ആവിയിൽ വേവിക്കാം. ചിലർ വെള്ളത്തിലിട്ട് വേവിക്കും, എങ്ങനെ വേണമെങ്കിലും ആവാം. ഞാൻ അപ്പൊ അത് ആവിയിൽ വേവിക്കട്ടെ.
അപ്പൊ നമ്മുടെ അമ്മണി റെഡി ആയിട്ടുണ്ട്. അതെ അതെ, വേവട്ടെ ഇത്. അപ്പൊ ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലോ സ്പീഡ് എങ്ങനെ വേണമെങ്കിലും വെക്കാം, വേവട്ടെ. അത് നമ്മളിങ്ങനെ വേവണ ഒരു കഷ്ണം ഒരു കഷ്ണം പച്ച ഗോതമ്പ് മാവ് ആരെങ്കിലും കഴിക്കൂ? പിന്നെ ചപ്പാത്തി ഒഴിക്കുമ്പോ എന്തോരം ഉണ്ടാകുന്നേക്കണോ. ഇതെന്താണ് അമ്മണിക്കൊഴുക്കട്ടെ ഇങ്ങനെ ആയാ? അതല്ലെന്നേ, കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഉള്ളിമുളകൊക്കെ ചതച്ചിട്ടിട്ട് റെഡിയാക്കണം. ഓ, അത് മഞ്ഞക്കൂട്ടാനാക്കണം. മഞ്ഞ കൂട്ടാനല്ല, ഇന്നലെ ഞങ്ങള് ഈ ചെണ്ടമുറിയൻ കപ്പയും കാന്താരി ചമ്മന്തിയും കൂടി കൂട്ടി കഴിച്ചു രാത്രി. ഇന്ന് ഈ ചെണ്ടമുറിയൻ മഞ്ഞ കളറില് കപ്പ പുഴുക്കായിട്ട് ഇപ്പൊ രൂപാന്തരം പ്രാപിക്കും. അച്ഛന്റെ ചക്കരമോൻ വെച്ചിരിക്കണേ. നല്ല അടികൊള്ളാത്തന്നെ വെച്ചിട്ടോ. കണ്ട സുമേച്ചി വന്നാലും സ്പീഡായി പടപടേ പടേ എന്ന കാര്യങ്ങളാണ് വേണ്ടത്. ദയവായി തീർന്നു. സുമേച്ചി ഈസ് ഗ്രേറ്റ്. സുമേച്ചിയുടെ മാല എന്തിയെ? എണ്ണ തേച്ചിട്ടേ കുളിക്കാൻ ഓ എണ്ണ. ഓ ശരി ശരി. എന്റെ പൊന്നെ, നിക്കണ നിപ്പില് ബാത്റൂമിലൊക്കെ മാല ഊരി വെച്ചിട്ടൊക്കെ പോകും. എവിടെയാന്നൊക്കെ പിന്നെ കണ്ടു. നാളെ പറഞ്ഞ കാണാണ്ടായത് ഇതുവരെ കിട്ടിയിട്ടില്ല. അയ്യോ, സുമേച്ചിയുടെ അലമാരയില് ലോക്കറിലിരുന്ന് മോതിരം കാണാൻ പോയിട്ടുണ്ട്. എവിടൊക്കെ പോണേന്ന് എനിക്കറിയില്ല. സുമേച്ചിന് പറയണ ഇത് അലമാരയിലെ ലോക്കറിൽ ഞാൻ മോതിരം ഊരി വെച്ചു. സത്യത്തിൽ എനിക്ക് തോന്നണത് അന്ന് വേറെ എവിടെയോ പോയപ്പോ അവിടെ ബാത്റൂമിൽ അങ്ങനെ പോയപ്പോ അല്ലെങ്കിൽ അല്ല, ബാത്റൂമിൽ ഒരു വെച്ചെന്നല്ല പറഞ്ഞുള്ളത്. ഏത് ബാത്റൂമാന്ന് പറഞ്ഞൂടാ. ബാത്റൂമിലൊന്നും ഞാൻ ഒരു വെച്ചിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ പുതിയ ബാഗില്, അത് കിട്ടിയ ബാഗില് അതിന്റെ ബോക്സിൽ ഇട്ട് വെച്ചാണ് രണ്ടും കൂടി. ഒരെണ്ണത്തില് ചെറുത്, ഒരെണ്ണത്തില് വലുതായിരുന്നു. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. സുമേച്ചിയുടെ ഉറപ്പല്ലേ? സാധനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ റെഡിയായാ? അത് വെന്തു നല്ല സൂപ്പറായി. അപ്പൊ ഞാൻ അവിടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാ? ഇനി ഇതിനൊരു ചെറിയ മസാല ഉണ്ടാക്കും. ഇതിന് മസാല. എന്നിട്ട് അതിന് ഇടണം, ഇളക്കണം. നല്ല കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ. അതിപ്പോ നമ്മുടെ കിഴങ്ങ് കൂട്ടാനുണ്ടല്ലോ, അത് നിങ്ങൾക്കല്ലേ. അതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് അടിക്കാലോ. കാലത്ത് തന്നെ കണ്ണൻ ചെയ്യാതെ കലാകാര രീതിയൊക്കെ എനിക്ക് അതിന് മുമ്പ് അരി അടപ്പത്തിട്ട് വെന്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ എനിക്ക് എന്റെ എന്താ ഞാൻ പറയാൻ പറഞ്ഞ, എനിക്ക് ഇതിന്റെ കൂടെ വേറെ ഒന്നും കൂട്ടാൻ ഇഷ്ടമല്ല. നല്ല കട്ടൻ കാപ്പി, ഇത്തിരി മധുരം കൂട്ടി കട്ടൻ ചായ, എന്തെങ്കിലും ഒന്ന്, അതും ഇതും കൂടെ ഇങ്ങനെ കഴിക്കാൻ നല്ല സ്വാദാണ്. അതെ. ഷോർട്ട് ബ്രേക്ക്. ഇത് രാവിലെ നല്ല, ഉച്ചയ്ക്ക് നല്ല, അല്ല എന്താ പറയാ, 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം, വൈകുന്നേരം രാത്രി ഡിന്നറിന് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഷോർട്ട് ബ്രേക്ക്. എന്താ ചെയ്യാ? വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടി. ഉഴുന്ന് പരിപ്പ് അതൊക്കെ കൂടുതൽ ചേർക്കും, കാരണം എനിക്ക് കടിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഉഴുത്താപ്പരിപ്പ്. നല്ല ചുമക്കട്ടെ. കറിവേപ്പില, കറി ലീസ്. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി വറ്റൽ മുളകും കൂടെ ചതച്ചിട്ടുണ്ട്. ഉള്ളിയും വറ്റൽ മുളകും ചതച്ചത്. വേറെ ഒന്നും ഇതിലില്ല, ഉള്ളി വറ്റൽ മുളകും. ഉണ്ടാവോ പാറു? എനിക്ക് കഴിക്കാൻ പറ്റുമോ? നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും ഈ ഉള്ളി മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ്. ഈ ചതച്ച മുളകിന് ചെറിയ എരിവുണ്ട്, എന്നാലും ഒരു കളറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താണ്. കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. നല്ലപോലെ മരിയട്ടെ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അമ്മണി കൊഴുക്കട്ട ഇപ്പോൾ റെഡിയാവും. ഒരു സെക്കൻഡ്. ഇതെങ്ങനെ ഇതിലേക്ക് ഞാൻ പതുക്കെ എന്നെ നിർമ്മിക്കുക. ഇളക്കാൻ വേറെ ആൾ വേണം. 2 പേരെ കൊണ്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ. ഒരാളിങ്ങനെ ഇടാനും ഒരാൾ ഇളക്കാനും. നല്ലത് ശരിയാവുള്ളൂ അതിന്റെ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട്. അല്ലെങ്കിൽ അടി പിടിക്കും. ഇളക്കുക. കൈവിടാതെ, ഉരിയാടാതെ, മുണ്ടാതെ ഇട്ടേക്കണം. സൂപ്പർ അമ്മണി കൊഴുക്കട്ട.
ഇത് കോഴിക്കോട്ടുകാർക്ക് ഇഷ്ടമാവും കോഴിക്കട്ട ആയതുകൊണ്ട്. വലിച്ച കോമഡി. ഇതൊക്കെ രജിസ്റ്റേർഡ് കോമഡിയാണ്. നമുക്ക് നല്ല പുതിയ പുതിയ കോമഡികൾ അടിക്കുള്ളൂ അല്ലേ. ഇതാണ് അമ്മണി കൊഴുക്കട്ട എന്നാണ് നമ്മുടെ ഇവിടുത്തെ മേഡിയൻ അമൃതവാണി. അപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ചയ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും പ്രിയപ്പെട്ട അമ്മണി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് മൊരിയിക്കാം. മുരിക്കണോ? മുരിക്കണോ? അമ്മ രസാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നണം. അച്ഛനും മോനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊരു ഭരണമാണെന്നറിയാമോ? കാരണം ഇപ്പൊ ആര് ഭരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കല്ലേ. ആരെങ്കിലും ഒക്കെ ഭരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ അമ്മണി കൊഴുക്കട്ട റെഡി. നല്ല കട്ടൻ കാപ്പിയും കട്ടൻ ചായയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. നല്ല സുഖമാണ് കഴിക്കാൻ. അത് നല്ല മഴയുള്ള ഒരു സമയത്താണെങ്കിൽ അടിപൊളിയാണ്. ഇത്തിരി എരിവ് കയറി നിൽക്കണമെന്ന് മാത്രം. അമ്മണി കൊഴുക്കട്ട ദേ ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ കപ്പ എടുക്കാം. എന്താ എന്ത് സാധനം അറിയോ? ഈ സാധനം അങ്ങനെ തന്നെ നേരെ വായിലേക്ക് സൂപ്പറാ, സൂപ്പർ. ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. പിന്നെ ചോറും കപ്പയും അമ്മണി കൊഴുക്കട്ടയും അമ്മണി കൊഴുക്കട്ട ചോറിന് കൂട്ടത്തിലൊക്കെ എനിക്ക് അതാ ഇഷ്ടം. അപ്പം ഇന്ന് കൊഴുക്കട്ടയും അമ്മണി കൊഴുക്കട്ടയും ചോറും കപ്പയൊക്കെ കൂടി ഇങ്ങനെ കുഴച്ച് ലോകത്തിൽ ആർക്കില്ലാത്ത കോമ്പിനേഷൻസ്. കുഴച്ച് പാറുതേ അമ്മണി കൊഴുക്കട്ട മാത്രം കഴിക്കണേ. ഞാൻ ദേ ഇങ്ങനെ കഴിക്കണേ. അപ്പോ ഇത്തിരി എരിവുണ്ടാവുമല്ലോ, അതിന്റെ വിഷം കേട്ടോ. നല്ല എരിവുണ്ടട്ടാ. എന്താ പൊന്നെ ഇത് കണ്ട ചിരിക്കും നേരം വിളിക്കും ഇരുന്ന്. ചിരിക്കൊന്നുമില്ല. സൂപ്പറാ. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ. നമസ്തേ.